കുട്ടനാട് കണ്ടാലും കണ്ടാലും മതിവരാത്ത പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളെയും പുഴകളെയും കൂട്ടിയിണക്കി പ്രകൃതി ലോകത്തിന് നൽകിയ വരം. പൊരിവെയിലും വിയർപ്പൊഴുക്കുന്ന കരിവീരന്മാരുടെയും കർഷക തൊഴിലാളികളുടെയും അധ്വാനത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ മണ്ണ്. മണ്ണിൽ പണിയെടുത്ത് കനകം വിളയിക്കുന്ന കർഷകരുടെ നാട്. ആ കുട്ടനാടൻ ജനതയുടെ ദേശീയോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ആർപ്പുവിളികളുടെ ഈണവും താളവും സംഗമിക്കുന്നു ഈ ജലകായിക മാമാങ്കത്തിൽ. കുട്ടനാട്ടുകാരിലൂടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോകത്തിന് സമ്മാനിച്ചതാണ് ഈ വള്ളംകളി. ആർപ്പുവിളിയുടെ ആരവവും വഞ്ചിപ്പാട്ടിൻ്റെ താളവും മുറുകിക്കഴിഞ്ഞു കുട്ടനാടൻ കരകളിൽ. ഓരോ കുട്ടനാട്ടുകാരും കാത്തിരിക്കുകയാണ് പുന്നമടയുടെ ഓളപ്പരപ്പിൽ ആദ്യ തുഴ വീഴുന്ന നിമിഷത്തിനായി. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച പുന്നമടയാറ്റിൽ നടക്കുന്നത് ജലയുദ്ധമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന ജലയുദ്ധം. ആ ജലയുദ്ധത്തിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയാണ് ഇനിയുള്ള അരമണിക്കൂറിൽ മാതൃഭൂമി ന്യൂസ്. ആർപ്പോവിളിയുടെ താളമേളം, ആലപ്പുഴയുടെ ഹൃദയതാളം, പുന്നമടക്കായലോളം കൈകൾ കൊട്ടിക്കളിക്കട മേളം. 65ാമത് നെഹ്റു ട്രോഫിയിലേക്കാണ് നാം തുഴഞ്ഞെടുക്കുന്നതെങ്കിലും കുട്ടനാട്ടിലെ വള്ളംകളിക്ക് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ചരിത്രവുമുണ്ട്. വള്ളവും വെള്ളവും രക്തത്തിൽ അലിഞ്ഞു ചേർന്നവരാണ് കുട്ടനാടൻ ജനത. ഒരു ചെറുവള്ളമെങ്കിലും ഇല്ലാത്ത വീട് കുട്ടനാട്ടിലെങ്ങും കാണാനാകില്ല. ഇത്രയും മതസൗഹാർദ്ദത്തിൽ, ഇത്രയും യോജിപ്പിൽ, ഇത്രയും ഐക്യത്തിലുള്ള ഒരു കല കുട്ടനാട്ടിൽ വേറെ ഒന്നുമില്ല. ബാക്കി എന്തെല്ലാം വന്നാലും ഇത്രയും ആളുകൾ സംബന്ധിക്കുന്ന, ഇത്രയും നാട്ടുകാർ മുഴുവൻ ഹൃദയം തുറന്ന് ആഹ്ലാദിക്കുന്ന ഒരു രംഗം വള്ളക്കളി പോലെ വേറെ ഒന്നുമില്ല കുട്ടനാടിന്. വർഷത്തിലെ എല്ലാ ദിവസവും പാടത്ത് പണിയെടുക്കുന്ന കുട്ടനാടൻ കർഷകർ വിനോദത്തിനു വേണ്ടി ചെറുവള്ളങ്ങളിൽ പാടുതുഴഞ്ഞ് മത്സരിക്കുന്ന രീതി പണ്ടുപുരാതന കാലത്തെ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. 400 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ചമ്പക്കുളം മൂലം വള്ളംകളിയോടെയാണ് വള്ളംകളി കരക്കാരുടെ മത്സരമായി മാറിയതെന്നും പറയപ്പെടുന്നു. ചമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാള്, അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ചമ്പക്കുളം മൂലം വള്ളംകളിയോടെ മത്സര വള്ളംകളിയിലെ കുട്ടനാടിന്റെ ചരിത്രവും തുടങ്ങാം. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വിഗ്രഹഘോഷയാത്രയുമായി ബന്ധപ്പെട്ടതാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ചരിത്രം. അമ്പലപ്പുഴയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ജലഘോഷയാത്ര രാത്രിയോടെ ചമ്പക്കുളത്തെത്തി. രാത്രിയിലുള്ള ജലയാത്ര സുരക്ഷിതമല്ലെന്ന് കണ്ട് ശ്രീകൃഷ്ണ വിഗ്രഹം ചമ്പക്കുളത്തെ പുരാതന ക്രിസ്തീയ തറവാടായ മാപ്പിളശ്ശേരിയിൽ സൂക്ഷിച്ചു. അടുത്ത ദിവസം ചെമ്പകശ്ശേരി രാജാവ് ജലഘോഷയാത്രയെ എത്തി വിഗ്രഹവുമായി തിരികെ പോയി. ഈ മതസൗഹാർദ്ദ യാത്രയുടെ ഓർമ്മപ്പെടുത്തലിന് വേണ്ടി കുട്ടനാട്ടിലെ കരക്കാർ മിഥുനമാസത്തിലെ മൂലം നാളിൽ ചമ്പക്കുളത്ത് പമ്പയുടെ ഇരുകരകളിലും ഒത്തുചേരും. പാടിത്തുഴഞ്ഞു വരുന്ന തുഴച്ചിൽക്കാർക്ക് ആവേശം നൽകാൻ ആർപ്പുവിളികളുമായി അവർ കരഘോഷം മുഴക്കും. വള്ളംകളികൾ ഏറെയുണ്ടെങ്കിലും നെഹ്റു ട്രോഫി വള്ളംകളിയോളം മാറ്റ് മറ്റൊന്നിനുമില്ല എന്നത് വസ്തുത. ചുണ്ടനും ചുരുളനും വെപ്പും ഓടിയുമൊക്കെ വെള്ളത്തുള്ളികളെ തെന്നിമാറ്റി മുന്നോട്ട് കുതിക്കുന്ന ആ കാഴ്ച കണ്ടാൽ ആരുമൊന്ന് ആർപ്പു വിളിച്ചു പോകും. പുന്നമട കായലിലെ അങ്കത്തട്ടിൽ പോരിനായി നിരന്നിടുന്ന ചുണ്ടന്മാരെ, പുന്നമട കായലിലെ അങ്കത്തട്ടിൽ പോരിനായി നിരന്നിടുന്ന ചുണ്ടന്മാരെ. 1952 ജവഹർലാൽ നെഹ്റു കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ജലമാർഗം യാത്ര ചെയ്തു. പുഴകളുടെയും വള്ളങ്ങളുടെയും നാടായ ആലപ്പുഴയിലെ ജനത അദ്ദേഹത്തെ ജലഘോഷയാത്രയായി സ്വീകരിച്ചു. അദ്ദേഹത്തിന് കാണുന്നതിനായി കുട്ടനാടിൻ്റെ കായിക വിനോദമായ വള്ളംകളി നടത്താൻ സംഘാടകർ തീരുമാനിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ മൺട്രോത്തുരുത്തിൽ 9 ചുണ്ടനുകൾ അണിനിരന്നു. കുട്ടനാട്ടിലെ കർഷകർ ആർപ്പു വിളിച്ച് വള്ളത്തിൽ ചാടിക്കയറി. അമരത്തും അണിയത്തും പങ്കായവുമായി നിലയുറപ്പിച്ചു. ആദ്യ വിസിൽ മുഴങ്ങിയതോടെ വെള്ളത്തുള്ളികളെ തെന്നിത്തെറിപ്പിച്ച് ചുണ്ടനുകൾ കുതിച്ചു പാഞ്ഞു. ആലപ്പുഴയുടെ തിരുനെറ്റിക്കൊരു പൊട്ടണിയിച്ചൊരു ചാച്ചാജി, കരിനാടിൻ കരമൊത്തൊരുമിച്ച കുതിപ്പണിയും നടുഭാഗം. വാശിയേറിയ ആ പോരാട്ടത്തിൽ നടുഭാഗം ചുണ്ടൻ ഒന്നാമതെത്തി. കുട്ടനാടൻ കർഷകരുടെ കൈക്കരുത്തിൻ്റെ ഐക്യം വള്ളംകളിയിലൂടെ നേരിട്ട് കണ്ട നെഹ്റു ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടനിലേക്ക് ചാടിക്കയറി ആഹ്ലാദ നൃത്തം ചവിട്ടി. ആ കാഴ്ച കുട്ടനാട്ടുകാരുടെ കണ്ണുകളിൽ ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്നു.
9 വള്ളങ്ങളുണ്ടായിരുന്നത് മത്സരമായിരുന്നില്ല. 9 വള്ളം നെഹ്റുജിയെ സ്വീകരിക്കാൻ ഇണക്കിയിരുന്നതാണ്. അതിപ്പോഴത്തെ കമാൻഡർമാർ വേണമെങ്കിൽ മത്സരമാണെന്നൊക്കെ പറയുക, അത് മത്സരമായിരുന്നില്ല. മടയന്തോടെന്ന് പറയുന്നൊരു തോടുണ്ട്, ഈ മണ്ണ് വാരുന്ന ആര്യാട് വടക്കോട്ട് മാറി, മൺട്രോത്തുരുത്തിൻ്റെ വടക്കോട്ട് മാറി. അവിടെ 9 വള്ളം ആളുകളെ കയറ്റി ഇണക്കിയിടുമ്പോൾ മാർത്താണ്ഡത്തിൻ്റെ തോട്ടിൽ നിന്ന് ഏതാണ്ട് 40 ചില്ലുവാനും ബോട്ടുകളുടെ അകമ്പടിയോടുകൂടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോട്ടയത്ത് നിന്ന് ആലപ്പുഴ എത്തുകയാണ്. ആലപ്പുഴ എത്തുമ്പോൾ മൺട്രോത്തുരുത്തിലാണ് അത് ഇറങ്ങാനുള്ള സംവിധാനമാണ് ഇരുന്നത്. അവിടെ വരുമ്പോൾ ഈ വള്ളവും ഒരുപോലെ വരത്തക്കവണ്ണം സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് വന്നതാണ്. വള്ളങ്ങൾ മിഷനും ചെയ്യാവുന്ന പോലെ അല്ലല്ലോ, ചരട് കെട്ടിപ്പിടിച്ചല്ലല്ലോ. അതുകൊണ്ട് നടുഭാഗം വള്ളം ഇച്ചിരി മുൻപേ വന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ വള്ളത്തേലാണ് കയറിയത്. ഡൽഹിയിലെത്തിയിട്ടും നെഹ്റുവിൻ്റെ കണ്ണുകളിലും മനസ്സിലും കുട്ടനാട്ടിലെ ജലോത്സവ കാഴ്ചകൾ മങ്ങിയില്ല. അതിൻ്റെ തെളിവായി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ്റെ മാതൃക കുട്ടനാട്ടുകാർക്കായി അദ്ദേഹം അയച്ചു കൊടുത്തു. 1954 മുതൽ നെഹ്റു സമ്മാനിച്ച വെള്ളിക്കപ്പിന് വേണ്ടി കുട്ടനാട്ടിൽ മത്സരവള്ളംകളി ആരംഭിച്ചു. ആദ്യം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലും നെഹ്റുവിൻ്റെ മരണശേഷം നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേരിലും ജലകായിക മാമാങ്കം ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ കൈനകരിക്ക് സമീപത്തെ വട്ടക്കായലിൽ നടന്ന വള്ളംകളി പിന്നീട് പുന്നമഴയുടെ ഓളപ്പരപ്പിലേക്ക് പറിച്ചു നടപ്പെട്ടു. 65-ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ലോകമെമ്പാടും ആരാധകരുള്ള വള്ളംകളിയായി ഇത് പരിണമിച്ചു. കറുത്ത ചിറകു വെച്ചു അരയെന്ന കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമുള്ള വള്ളങ്ങൾ. ഈ വള്ളങ്ങൾ തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയെ വ്യത്യസ്തമാക്കുന്നത്. വള്ളങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ചുണ്ടനുകളാണ് ജലരാജാവ്. അതുകൊണ്ട് തന്നെയാണ് ചുണ്ടനുകൾ തമ്മിലുള്ള മത്സരത്തിൽ കാണികൾ ആവേശഭരിതരാകുന്നതും. നിർമ്മാണത്തിലെ വ്യത്യസ്തത കൊണ്ട് തന്നെ കളിവള്ളങ്ങൾ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ചുണ്ടൻ, ചുരുളൻ, വെപ്പ്, ഓടി എന്നിങ്ങനെ 4 തരത്തിലുള്ള വള്ളങ്ങൾ നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നു. കാണികളെ ആവേശഭരിതരാക്കുന്ന ചുണ്ടനുകളുടെ മത്സരം നയനമനോഹരമാണ്. അതുകൊണ്ട് തന്നെ ചുണ്ടനുകൾക്ക് ജലരാജാവ് എന്ന വിളിപ്പേരും സ്വന്തമായി. ശ്രീ ഗണേശ പായിപ്പാടേ കാരിച്ചാലേ കരുവാറ്റയേ ചമ്പക്കുളമേ ചെറുതലയേ ആനാരിച്ചുണ്ട കായലിന്റെ ഇരുകര ആർപ്പുവിളിയട്ടഹാസം മുഴങ്ങിടട്ടെ. വള്ളങ്ങളുടെ രാജാവാണ് ചുണ്ടനുകൾ. നാഗങ്ങൾ സഞ്ചരിക്കുന്നതിന് സമാനമായി മുന്നോട്ട് കുതിക്കുന്ന ചുണ്ടനുകൾക്ക് ജലപ്പരപ്പിലെ കരിനാഗങ്ങളെന്ന പേരും സ്വന്തമായി. പഴയകാലത്ത് യുദ്ധങ്ങളിലെ പടക്കപ്പലുകളായിരുന്നു ചുണ്ടനുകൾ. 120 മുതൽ 130 വരെ അടി നീളത്തിലും 60 മുതൽ 65 ഇഞ്ച് വരെ വീതിയിലും ഏകദേശം 22 ഇഞ്ച് ആഴത്തിലും തീർക്കുന്ന സുന്ദര ശില്പമാണ് ചുണ്ടൻ വള്ളങ്ങൾ. ഓളങ്ങളെ കീറിമുറിച്ച് കരുനാഗങ്ങളെ പോലെ പായാൻ കഴിയുന്ന നൗക. തോൽവി എന്തെന്നറിയാത്ത തല താഴ്ത്താനറിയാത്ത കാവലൻ ചുണ്ടനീതാ ജയിച്ചു വന്നു. മുന്നോട്ടും പിന്നോട്ടും ഒരുപോലെ സഞ്ചരിക്കാൻ സാധിക്കുന്ന വള്ളങ്ങളാണ് ഓടി അഥവാ ഇരുട്ടുകുത്തി. പള്ളിയോടങ്ങൾക്ക് അകമ്പടി സേവിക്കാൻ നാട്ടുരാജാക്കന്മാർ നിർമ്മിച്ച ഈ വള്ളം ഇരുട്ടിനെ പോലും കീറിമുറിച്ച് പായാൻ കരുത്തുള്ളവയായതിനാൽ ഇരുട്ടുകുത്തി എന്ന പേര് ലഭിച്ചു. കടൽ കൊള്ളക്കാരുടെ ഇഷ്ടജലയാനവും ഇതായിരുന്നു അത്രേ. തെക്കനോടി, വടക്കനോടി എന്നീ 2 തരത്തിലുണ്ട് ഓടിവള്ളങ്ങൾ. വടക്കനോടിയിൽ പുരുഷന്മാർ മത്സരിക്കുമ്പോൾ തെക്കനോടിയിൽ സ്ത്രീകളാണ് മാറ്റുരയ്ക്കുന്നത്. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചുവെള്ളെ കുയിലാലെ കൊട്ടു വേണം, കുഴൽ വേണം, കുഴവ വേണം. ചുണ്ടൻ വള്ളങ്ങൾ പടക്കപ്പലുകളായിരുന്ന കാലത്ത് പടയാളികൾക്കും തുഴച്ചിൽക്കാർക്കും വേണ്ട ഭക്ഷണം പാകം ചെയ്തിരുന്ന വള്ളമാണ് വെപ്പുവള്ളം. ഈ വള്ളങ്ങളുടെ മത്സരവും നെഹ്റു ട്രോഫിയുടെ മാറ്റുകൂട്ടുന്നു. പമ്പയിലെ പൊന്നോളങ്ങൾ ഓടി വന്നു പുണരുന്നു. അങ്കവയിൽ നെറ്റിയിന്മേൽ പൊട്ടുകുത്തുന്നു. കളിവള്ളങ്ങളിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ വള്ളങ്ങളാണ് ചുരുളൻ വള്ളം. മത്സരവള്ളംകളിയിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും സാധാരണയായി ഉപയോഗിക്കുന്ന ഇതിൽ 30ഓളം തുഴച്ചിൽക്കാരെ ഉൾക്കൊള്ളും. വേഗത്തിൽ കുതിച്ചു പായാൻ കഴിയുന്ന ഈ വള്ളത്തിൻ്റെ 2 അറ്റവും മുകളിലേക്ക് അല്പം ഉയർന്ന് ചുരുണ്ടിരിക്കുന്നതിനാൽ ഇവയ്ക്ക് ചുരുളൻ വള്ളം എന്ന പേരും ലഭിച്ചു. ഒരു ദേവാലയത്തിലാണെങ്കിൽ നമുക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഒരു വള്ളത്തിൽ വരുമ്പോൾ ആ വള്ളത്തിൻ്റെ പേരിൽ അതിൻ്റെ നാമധേയത്തിൻ്റെ കീഴിൽ അണിനിരക്കുമ്പോൾ ഒരു ഏകത, ഒരു ദേശീയത, ഒരു പ്രാദേശികമായ ഒരു ഏകത കൈവരിക്കാൻ കഴിയുന്നു എന്നതിനൊരു സാമൂഹ്യ ബോധം കൈവരിക്കാൻ മത്സരത്തെക്കാൾ ഉപരി ഒരു ചങ്ങാത്തം, പരസ്പരം ഉള്ള ഒരു അടുപ്പം, ഒരു പ്രദേശത്തിൻ്റെ ഇമ്പം, ഇത് തന്നെയാണ് മുൻകാലങ്ങളിൽ ആളുകൾ സങ്കല്പിച്ചതെങ്കിൽ ഇന്നും തുടരുന്നത് അങ്ങനെ തന്നെയാണ്. വള്ളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വള്ളങ്ങളുടെ ശില്പികളെക്കുറിച്ചും പറയാതിരിക്കാനാകില്ല.
മനക്കണക്കിൻ്റെയും തച്ചുശാസ്ത്രത്തിൻ്റെയും കരുത്തിൽ ചുണ്ടൻ വള്ളങ്ങൾ എന്ന സുന്ദര ശില്പങ്ങൾ നിർമ്മിച്ച രാജശില്പി കോഴിമുക്ക് നാരായണാചാരി. 10 ചുണ്ടനുകൾ ഉൾപ്പെടെ 25-ലധികം ചുണ്ടൻ വള്ളങ്ങൾ അദ്ദേഹത്തിൻ്റെ കരവിരുതിൽ നീറ്റിലിറങ്ങി. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ സുന്ദര ശില്പ നിർമ്മാണ പാരമ്പര്യം മക്കളിലേക്കും എത്തപ്പെട്ടു. കോഴിമുക്ക് നാരായണാചാര്യയുടെ കുടുംബത്തിൻ്റെ കയ്യൊപ്പ് പതിയാത്ത ഒറ്റ വള്ളം പോലും പുന്നമഴയുടെ ഓളപ്പരപ്പിൽ എത്തിയിട്ടില്ല. നമ്മളെ വളരെയേറെ ബുദ്ധിമുട്ടിയും പ്രയാസവും അനുഭവിച്ചും ഒരു വള്ളം പണിയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 വർഷത്തെ നമ്മുടെ സഹനശക്തി ഇതെല്ലാം സഹിച്ചാണ് ഇതുണ്ടാക്കുന്നത്. ചിട്ടയായ വ്യായാമം, കൃത്യമായ ഭക്ഷണം, ഇത് രണ്ടുമാണ് വള്ളംകളി തുഴച്ചിൽക്കാരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. വള്ളംകളി തുഴച്ചിൽക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഓരോ ക്ലബ്ബുകളും വ്യത്യസ്തമായ രീതികളാണ് പിന്തുടരുന്നത്. കരക്കാരുടെ ആർപ്പുവിളി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വള്ളംകളി തുഴച്ചിൽക്കാർക്ക് ഭക്ഷണം. കുട്ടനാട്ടിലെ പാചകക്കാരുടെ രുചിക്കൂട്ടിലാണ് വള്ളംകളി തുഴച്ചിൽക്കാരുടെ ആരോഗ്യം നിലനിൽക്കുന്നതെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. ചതച്ചെടുക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അമ്മിക്കല്ലിൽ ഇടിച്ചുപൊടിച്ച് മസാലക്കൂട്ടും ചേർന്ന് നിർമ്മിക്കുന്ന പോത്തിറച്ചിയാണ് വള്ളംകളി ഭക്ഷണത്തിലെ പ്രധാന ഇനം. ഭക്ഷണത്തിൽ രാസവസ്തുക്കൾ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ തുഴച്ചിൽക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഭക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തുഴച്ചിൽക്കാരുടെ വ്യായാമം. രാവിലെ 5 മണിക്ക് തുടങ്ങും തുഴച്ചിൽക്കാരുടെ വ്യായാമങ്ങൾ. പട്ടാളച്ചിട്ടിയിൽ നടക്കുന്ന വ്യായാമത്തിൽ തന്നെ തുഴച്ചിൽക്കാർ ഏറെ വിയർപ്പൊഴുക്കും. 1 മണിക്കൂറോളം നീണ്ടുനിൽക്കുന്ന വ്യായാമത്തിന് ശേഷമാണ് പരിശീലന തുഴച്ചിലിനായി തുഴച്ചിൽക്കാർ കായലിലേക്ക് ഇറങ്ങുക. ഓളങ്ങൾ കീറിയിടുന്ന തുഴകളെറിഞ്ഞിടുന്ന തുഴക്കാരെ ആലപ്പുഴയ്ക്ക് അഭിമാനമായി. ആ ഓളങ്ങൾ കീറിയിടുന്ന തുഴകളെറിഞ്ഞിടുന്ന തുഴക്കാരെ ആലപ്പുഴയ്ക്ക് അഭിമാനമായി. രാവിലത്തെ തുഴച്ചിലിന് ശേഷം ക്യാമ്പിൽ വിശ്രമിക്കുന്ന തുഴച്ചിൽക്കാർ 3 മണിയോടെ വീണ്ടും വ്യായാമത്തിലേക്ക് നീങ്ങും. വൈകിട്ടും 1 മണിക്കൂറോളം നീണ്ടുനിൽക്കുന്ന പരിശീലനത്തിന് ശേഷമേ തുഴച്ചിൽക്കാർ കായലിലെ പരിശീലനത്തിനായി തുഴകൾ കയ്യിലെടുക്കൂ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശക്കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.